സംഘപരിവാർ ഹിന്ദു ഉണർന്നതിന്റെ അതിദാരുണമായ സംഭവം കേരളത്തിലെ കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ക്ഷേത്ര ഉത്സവത്തിനിടെ 18 വയസ്സുകാരനെ പരിവാർ ഹിന്ദുക്കൾ ചേർന്ന് തല്ലിക്കൊന്നു. ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാനാകില്ല. കൊല്ലം ശക്തികുളങ്ങര മരുത്തടി ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് ഉത്സവം കാണാനെത്തിയ ചെറുപ്പക്കാരെ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കാർ ചേർന്ന് ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയത്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ചോദ്യം ചെയ്തതാണ് ആ 18 വയസ്സുകാരൻ ചെയ്ത തെറ്റ്. അതിന് ക്ഷേത്ര ഭാരവാഹികൾ വിളിച്ചു വരുത്തി അതിക്രൂരമായ മർദ്ദനം. ഒരുപക്ഷെ കണ്ടു നിൽക്കാനാകില്ല. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവമാണ്. ഇന്നിപ്പോൾ ആ 18 വയസ്സുകാരൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. പരിവാർ ഹിന്ദുവിന്റെ ഭക്തി മൂത്തുള്ള കേരളത്തിലെ കൊലപാതകം. ദൃശ്യം കണ്ട നിങ്ങൾക്ക് പോകാനുള്ള വാഹനങ്ങൾ എടുക്കുകയുള്ളൂ. കണ്ടില്ലേ, മരത്തടി എടുത്ത് ഭക്തൻ തലക്കടിച്ചിരിക്കുന്നു. ഭക്തരാണ്, ഹിന്ദു ഭക്തർ. ഹിന്ദു ഉണരൂ, എന്നിട്ട് കാണൂ ഈ കാഴ്ച. വർഗീയത എവിടെ വളരുന്നോ അവിടെ സ്വജാതിയിൽപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത്. ക്ഷേത്രോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഹിന്ദുക്കൾ ആ ക്ഷേത്രത്തിനകത്തിട്ട് തന്നെ ഹിന്ദുക്കളെ തല്ലിക്കൊല്ലുന്ന കാലം. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സഹോദരിയുടെ വീട്ടിൽ ഉത്സവം കാണാൻ എത്തിയതായിരുന്നു ഹരികൃഷ്ണനും സഹോദരനായ ജയകൃഷ്ണനും. അപ്പോഴാണ് ഘോഷയാത്രയ്ക്കിടെ മദ്യപിച്ചെത്തിയ ഒരു സംഘം ഹരികൃഷ്ണനെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തതാണ് ആ 18കാരൻ ചെയ്ത ഏക തെറ്റ്. അതിനാണ് നേരത്തെ കണ്ട ക്രൂരമായ കയ്യേറ്റം അരങ്ങേറിയത്. അതും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. ഈ പരിവാർ ഹിന്ദു ഭക്തരാണോ? ക്ഷേത്ര പരിസരത്തിട്ട് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ തല്ലിച്ചതച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ ഈ പരിവാർ ഭക്തർ കാപട്യമാണോ ഇല്ലയോ? ശബരിമലയിലെ സ്വർണം അടിച്ചു കൊണ്ടുപോയ ഇതേ പരിവാർ ഭക്തരാണ് ഇപ്പോൾ കൊല്ലം ശക്തികുളങ്ങരയിൽ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ തല്ലിക്കൊന്നിരിക്കുന്നത്. ഇത് കാണുന്ന മനുഷ്യർ, നിങ്ങൾക്ക് ചിന്താശേഷി ഉണ്ടായില്ലെങ്കിൽ, തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ നാളെ ഹരികൃഷ്ണന്റെ സ്ഥാനത്ത് നിങ്ങൾക്കും വരേണ്ടി വരും. തമ്പ്രാൻ ഭരണം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. എതിർ ചോദ്യങ്ങൾ പാടില്ല. എതിർ ചോദ്യങ്ങൾ ഉണ്ടായാൽ വിളിച്ചു വരുത്തി തല്ലിക്കൊല്ലുന്ന അവസ്ഥ. ഈ വിഷയം ഉണ്ടായതിനു ശേഷം സഹോദരൻ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് തീർത്തതാണ്. എന്നാൽ പിന്നീട് ഈ പ്രതികളാക്കപ്പെട്ടവർ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിന് സമീപത്തേക്ക് ഈ 18 വയസ്സുകാരനെ വിളിച്ചു വരുത്തുകയായിരുന്നു. എന്നിട്ടാണ് വളഞ്ഞിട്ടാക്രമിച്ച് ഒടുവിൽ തടിക്കഷ്ണം കൊണ്ട് ഒരു മനസാക്ഷിയുമില്ലാതെ ഒരു പച്ച മനുഷ്യന്റെ തലയ്ക്കടിച്ചത്. അതോടുകൂടി ബോധം പോവുകയാണ്. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്കിട്ട് ചവിട്ടിക്കൂട്ടുന്ന സാഹചര്യം. മനുഷ്യരെ, നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ട് ചിന്തിക്കൂ. കഴിഞ്ഞ 4 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്നതിന് ശേഷമാണ് ഇന്നലെ ഹരികൃഷ്ണൻ മരണപ്പെട്ടത്. അടൂർ മണക്കാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിയാണ് മരിച്ച ഹരികൃഷ്ണൻ. ഇത്രയും ക്രൂരമായ മർദ്ദനം നടന്ന് 4 ദിവസം പിന്നിടുമ്പോഴും കേരളത്തിലെ സംഘപരിവാർ ഹിന്ദുവിന്റെ ഈ കൊടും ക്രൂരകൃത്യം ചെയ്ത പ്രതികളെ പോലീസ് പിടിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രതിഷേധം ഉയർന്നാൽ മാത്രം പോരാ, ഇത്തരം പരിവാർ ഹിന്ദുക്കളെ ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ അടിച്ചു പുറത്താക്കണം. ഉദ്ദേശം ഭക്തിയൊന്നുമല്ല, നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുക. അതിൽ എതിർ ശബ്ദങ്ങളാകുന്നവരെ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി തല്ലിക്കൊല്ലുക. പുതിയ ചെറുപ്പങ്ങളിൽ പ്രതികരണശേഷി പോലും ഉണ്ടാകാൻ പാടില്ല എന്ന പരിവാർ ഹിന്ദുവിന്റെ തിട്ടൂരമാണ് ശക്തികുളങ്ങരയിൽ കണ്ടത്. വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ ചെറു സൂചനകളാണ്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉണർന്ന ഹിന്ദുവിലെ പലർക്കും ഈ അവസ്ഥ തന്നെ വരും. അതുകൊണ്ട് ഹിന്ദു ഉണരൂ എന്ന് സംഘപരിവാറുകാർ പറയുന്നത് അവർ വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങൾക്കകത്തിട്ട് ഭക്തരായിട്ടുള്ള ഹിന്ദുവിനെ തന്നെ തല്ലിക്കൊല്ലുന്ന ഈ കാപട്യം, ഈ വിഷ ആശയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരുംകാല തലമുറയെ കൂടിയാണ് കുരുതി കൊടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞോളൂ.